ഏയ് അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ സിറ്റീസിലെ അടുത്തൊരു വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇന്നത്തെ കണ്ടന്റ്? എങ്ങോട്ടോ പോവാണ്, നമ്മൾ നാട് കാണാൻ നടക്കുവാണ് ഗൈസ്. നമ്മൾ ഒരു നാട് നമ്മൾ ഫുഡ് കഴിക്കുന്ന പോയ വ്ളോഗിൽ നാട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ അന്ന് വരണ്ട് ഉണങ്ങിയ നാടായിരുന്നു. ഇന്ന് നല്ല മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പ് ഇവിടെ കുറച്ചേ ഉള്ളൂ. എൻ്റെ ഇതെന്താ പറയുന്നത്, ഉഴുത് മറിച്ച് നിലമൊക്കെ അന്നൊക്കെ ഫുൾ ഇങ്ങനെ കരിഞ്ഞ് നിറഞ്ഞ സ്ഥലമാണ്. നല്ല ഉഴുത് മറിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ പറമ്പ് ഉഴുത് മറിച്ച് ഫുള്ളൊരു പച്ചപ്പമയമാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ കുറച്ച് ഉൾഗ്രാമങ്ങളിലോട്ട് ഗ്രാമവീതിയിലോട്ട് നമ്മൾ ഇറങ്ങി. മാത്രമല്ല വേറൊരു 3 നമ്മൾ അന്ന് ഈ സ്ഥലം കാണിച്ചപ്പോൾ ഫുള്ള് ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങി ബ്രൗൺ കളറായിട്ട് കിടക്കായിരുന്നു. ഇപ്പോൾ വേണ്ട ഫുള്ള് പച്ചപ്പ്. പക്ഷേ ഇന്നത്തെ ഇതെല്ലാം ചെറിയ വോയിസിന് ചിലപ്പോൾ പ്രശ്നം കാണും. ഭയങ്കര കാറ്റാണ്. കാറ്റിൻ്റെ പ്രശ്നം. നമ്മൾ ഉടനെ തന്നെ നമ്മൾ മൈക്ക് വാങ്ങുന്നതാണ്. മൈക്ക് വാങ്ങുമ്പോൾ ഈ പ്രശ്നമൊക്കെ മാറും. കണ്ടല്ല അന്ന് നമ്മൾ ചെറിയ കാര്യസ്ഥലം ഇപ്പം ആ ചോളത്തിൻ്റെ ഒക്കെ ഹൈറ്റ് കണ്ടു. ചോളം വിളവെടുക്കാറായ പൂവൊന്ന് രാജസ്ഥാൻ രജിസ്റ്റർ വണ്ടിയാണ് ഗൈസ്. ചേച്ചി ചായ കൊണ്ട് കൊടുക്കും. ഇവിടെ വൈബാണ് ഗൈസ് അല്ലേ? അതെ, യെസ്. നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ മയിൽ പിന്നെ കാണിച്ചു തരാം. മയിലുണ്ട്. ഇന്നലെ നമ്മൾ ചുമ്മാ ഇറങ്ങിയപ്പം ഇഷ്ടംപോലെ മയില് ആ സാധനമൊക്കെ ഉണ്ടായിരുന്നു. റോക്കറ്റ് കണ്ടവർ കമൻറ്റ് ബിലോ. നമ്മളെ പോയി പറയാൻ ചുമ്മാ പോയതാണ്. അപ്പോൾ അടിപൊളി സ്ഥലം പോയിച്ച് ഇന്ന് പോയി നമുക്ക് വ്ളോഗ് എടുക്കാൻ. അപ്പോൾ ഇന്നലത്തെ ചെറിയ ക്ലിപ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഒരു 1, 2, 3 ഷോർട്സ് ചിലപ്പോൾ വരുമായിരിക്കും. അത് ഇങ്ങനെ കണ്ട് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. സപ്പോർട്ട് ചെയ്യണ്ടേ? ചെയ്യണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ചെയ്യുമ്പോൾ ചെയ്യണം. അപ്പോൾ നമ്മളെ 3 പേര് നമ്മളെ അന്ന് കുഷ്ക കഴിക്കാൻ പോയ ബേക്കറിയുടെ ഫ്രണ്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അവിടെ നിന്ന് പോക്കാം. ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ 3 വ്യക്തികൾ ഇവരാണ്. എൻ്റെ വ്ളോഗ് ഹായ് പറയൂ. പേര് പറയൂ. എവിടെ വർക്ക് ചെയ്യുന്നു? എപ്പോ? പണ്ട് റിട്ടയർഡ് ആണ് ഗൈസ്. റിട്ടയർഡ് പെൻഷനായി. അടുത്ത് കമ്പനി പോയിട്ട് എത്ര ദിവസമായി? 2-3 ദിവസം. അടുത്ത് OT എന്നറിയപ്പെടും. ബെസ്റ്റ് പിക്കറാണ് ഗൈസ്. TV-ലൊക്കെ ഫോട്ടോ വരുമെന്നാണ് പറയുന്നത്. പക്ഷെ ആ ഫോട്ടോ മുഖ്യം ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വ്ളോഗ് ഇട്ടായിരുന്നു. മറ്റേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ ഗിഫ്റ്റ് അൺബോക്സിങ്. അപ്പൊ അത് ഇവരാണ് തന്നാലും ചെറിയ കറക്ഷൻ. എന്തായിരുന്നു കറക്ഷൻ? എന്തായിരുന്നു പേര്? ഞാൻ എന്താണ് പറഞ്ഞത്? ആതിര. ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അപ്പം ഇത് അപർണയാണ്. അപർണയാണ് നമുക്ക് കോഴിക്കോട് ഹലുവ കൊണ്ടുവന്നത്. അതില് ഇതാണ് കോയമ്പത്തൂരിലെ പച്ചയായ ജീവിതം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി എവിടെയെങ്കിലൊക്കെ എത്തുന്നെങ്കിൽ ബാക്കി അപ്ഡേറ്റ് ചെയ്യില്ലേ? നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉൾഗ്രാമത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി റോഡിൽ കയറി. 2 പട്ടികൾ, ഒരു അമ്പലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വേപ്പുമരം, ടാങ്ക്, പോസ്റ്റ്, വെള്ളത്തിൻ്റെ ടാങ്ക് ആയിരിക്കും. ഈ പട്ടികൾ നമ്മൾ ഇന്നലെ നമ്മൾ ഓടിച്ച പട്ടിയായിരിക്കും കേസ് പോകുന്നത്. ആ മാമനല്ല, മാമൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. ഇത് അമ്പലം. തമിഴ് വായിക്കാറുള്ളവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്തു. നടന്ന് കുറച്ചൊരു ഫ്രണ്ട് ഇപ്പോൾ ആട്. ഇവിടെ ഒരു ഡാം പോലത്തെ സ്ഥലം. ആട് ഇവിടെ കുട്ടിയാട്. പക്ഷെ വെള്ളമില്ല. മഴ പെയ്താലും വെള്ളമില്ല. നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. ദൂരെ കാറ്റാടികൾ. നമ്മൾ ഇന്നലെ അതിലെയാണ് കഴിച്ചത്. അവിടെ മയിലുണ്ട്. പക്ഷെ അടുത്ത് കാണാൻ പറ്റും. കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ അതിലേക്ക് ഇറങ്ങി ആ തെങ്ങും തോപ്പ് വഴി അവിടെ വന്നു. ഇതാണ് ഫാം. ഇവിടെ ഫാമുണ്ട്. ആര് എന്ത് ജോലി കിട്ടുന്ന ഗൈസ്? എവിടെയെങ്കിലും പശുവിനെ നോക്കാൻ വേക്കൻസി ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. 3 പേരുണ്ട്. OT ഒക്കെ എടുക്കും. ഓവർ ടൈം ഒക്കെ ചെയ്യും. അല്ലേ? ഇതില് OT സ്പെഷ്യലിസ്റ്റ് ആണ്. മോനെ കടിക്കല്ലേ, എന്നെ കടിക്കല്ലേ, ഞാൻ പാവാണ്. ഗുഡ് ബോയ്. കണ്ടോ ഗൈസ്? പുളിമരം. പുളി.
ഗൈസ് നമ്മള് ഇവിടെ വന്നപ്പോ ഒരു കുഴി, മറ്റേ മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷ് വീഴുന്ന സ്ഥലം. സുഭാഷേ വേണ്ട, പേടിയത് വാ, റിസ്കാ. നമ്മൾ ഇങ്ങനെ കാണുമ്പോ നമ്മൾ ചെറിയൊരു കുളമായിരിക്കും. നല്ല വെള്ളം ഇല്ലാത്തോണ്ട് ഇതൊക്കെ പറയുമ്പോ പുഴയാണ്, പക്ഷെ കണ്ടു ഇതൊക്കെ വെള്ളം കണ്ടിട്ട് വർഷങ്ങളായ സ്ഥലങ്ങൾ. നമ്മൾ ഇന്നലെ ഇതുവരെ വന്നു, നമ്മളിന്നും അങ്ങോട്ടും നമ്മള് ഇതിന്റെ പേര് വരാം നമുക്ക്. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും? കോഴിക്കോട് എന്ത് പറയും? കോട്ടയത്തോ? ഇതിന്റെ പേരില്ല ഗൈസ്, കടല. അവിടെ ഒരു 2 കാളുണ്ട്, കാളയെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. കാള ഒരു കുത്താരെങ്കിലും കൊണ്ടിട്ടുണ്ടോ? കൊള്ളാൻ താല്പര്യമുണ്ടോ? വളർത്തിയിട്ടുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആളെ കൊണ്ട് നമ്മളെ പോരാ, പേടിക്കണ്ട, കാളയെ വളർത്തിയിട്ടുണ്ടെന്ന്. ഇപ്പൊ പോയിട്ട് ഇത് പാമ്പിന്റെ മാളല്ലേ? പാമ്പുണ്ടോ? റിസ്ക് എടുക്കണ്ട. ഇത് തെങ്ങും തോപ്പാണ് ഗൈസ്. പ്രാവ് പറക്കുന്നു, ദൂരെ മയിലുണ്ട്, അവിടെ വെയർ ഹൗസ് ഉണ്ട് ഗൈസ്. നമ്മളിവിടെ വന്നപ്പോൾ കാളവണ്ടി കണ്ടു. സാധാ കാളവണ്ടിയില്ല, പഴയ മോഡൽ കാളവണ്ടി. ഇതാണ് പണ്ട് രാജകുടുംബങ്ങൾ ഗുഡ്സ് ട്രാവൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന കാളവണ്ടി റെഡി. ടയറുണ്ട്. ആദ്യം ഇതൊന്നായിരിക്കും കാളകൾ തോന്നിക്കുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് പോവാണ്. ജീവനുണ്ട്, ഞാൻ തിരിച്ചു വരും. കാലൊക്കെ പൊക്കുന്നുണ്ട്. എനിക്കൊരു പേര് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് ബ്രൗൺ കാള, അത് വെള്ളക്കാള. തൽക്കാലം നാളെ വർക്കിന് പോകണം. ഫ്ലിപ്കാർട്ടിലെ പ്രതീക്ഷ ഞാനാണ്. നാളെ ഇത് ക്വാണ്ടിറ്റി പിക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാൻ വെറുതെ ഫാസ്റ്റ് പിക്കറാണ് പറയുന്നത്. അപ്പോൾ ഈ പറമ്പിലേക്കുള്ള വെള്ളം ഇവിടെ നിന്നാണ് വരുന്നത്. ശുദ്ധമായ വെള്ളം വിശ്വസിക്കും. നല്ല വെള്ളമാണ്, നല്ല വെള്ളമാണ്. കോയമ്പത്തൂരിലെ സുഖമാണ് തണ്ണി, എല്ലാവരും വഹങ്ക. നടന്ന് കുറച്ചുകൂടെ ഫ്രണ്ടി വന്നപ്പോൾ ഒരു സാധനത്തിൽ സ്പോട്ട് ചെയ്തു. എവിടെ അവിടെ മുയലുണ്ട്. എവിടെ? അവിടെ മുയല്, മയില് പീലി ഇവിടെ എടുത്തോ? നിങ്ങൾക്ക് ഭാഗ്യമുണ്ടോ? കാറ്റ്, ഭയങ്കര കാറ്റ് കണ്ടോ? ഫുൾ മയില്. പിന്നെ ടൂറിസ്റ്റ് നമ്മൾ ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോകുന്നു. ഫ്രണ്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇവിടെ വന്നപ്പോൾ ഫുൾ കറ്റാർ വാഴ, അലോവേറ ഇവിടെ ഉണ്ട്. താഴെയാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെയൊക്കെ ഫുൾ അതാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഇത് പറിക്കില്ലേ? ഇവിടെ അരിവേപ്പ് കറ്റാർവാഴ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മരവും ഇല്ല. ഒരു മാവും തെങ്ങ് ഇത് മറ്റേ ലാഭമാണ് നമ്മൾ കൊതിക്കുന്നു. ഇവിടെ വന്നപ്പോക്ക് ഇവിടെ പുല്ലിന് പകരം കറ്റാർവാഴയാണ്. ഈ നാടിന്റെ ശാപമാണ് കറ്റാർവാഴ, ഫുള്ള് കറ്റാർവാഴ. ഇത് ബസ് സ്റ്റോപ്പ് ഒക്കെ, ബസ് സ്റ്റോപ്പ് ആണെന്ന് അറിയില്ല. ബസ്സില്ല, മനുഷ്യല്ലാത്ത നാട്ടിൽ ബസ് സ്റ്റോപ്പ്. ഇതുണ്ടോ? ഇത് 6ആണ്. പക്ഷെ ഒരു കിണറൊക്കെ ഉണ്ട് അവിടെ. തമിഴ് നമ്മളെങ്ങോട്ടാ പോണേ? ഈ നടന്നൊക്കെ തിരിച്ചു നടക്കണ്ടേ? നമ്മൾ സിറ്റിയിലാണ് ഗൈസ്. ഇനിയാണ് നമ്മൾ ഓഫ് റോഡ്, ഇങ്ങനെയാണ് നമ്മൾ ഗ്രാമം. പക്ഷെ ഇവിടെ മറ്റേ അരിവേപ്പ്, ഇവര് അരിവേപ്പ് എന്ന് പറയും, നമ്മൾ വേപ്പല്ല എന്ന് പറയും. വേപ്പല്ല എല്ലാം തന്നെ. ഇനി പക്ക ഓഫ് റോഡും നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു അബൻഡന്റ് ആയ ഒരു ഡാം കണ്ടുപിടിച്ചു.
കണ്ടോ, ഈ ഡാമിന്റെ ഉറവ ഇവിടെയാണ്, അവിടെയാണ് ആ കുളം. പിന്നെ ഡാം കണ്ടോ, രസമില്ലേ? ഇത് എവിടെ, ഇത് മയിൽ, ഒരു ഫാമിലി മയിൽ പോകുന്നുണ്ട് കണ്ടോ, ഫാമിലി. നല്ല കാറ്റാണ്, സൂപ്പറാണ്. അപ്പൊ ഇന്ന് ഇത്രയും ദൂരം വന്ന് വർത്തായില്ലേ? അടിപൊളി സീനറി കാണിച്ചു നമുക്ക് നടന്നത്. കുറച്ച് ഒരു കന്നുകുട്ടി, പശുക്കുട്ടിയല്ല കന്നുകുട്ടി, ഇവിടെ ഒരു മിനി ഫോറസ്റ്റ് ഒരു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ് ഫാമിലി, കീപ് ഇറ്റ് അപ്പ്. ഹായ്, കണ്ട വഴി ഓടുന്നു. ഹലോ ഹലോ ഹായ്. ഇതിന്റെ ഫാദർ ആൻഡ് മദർ എന്ന്, ഓ പോയിട്ടാടാ. ആ ഫാദർ ആൻഡ് മദർ എന്ന് വിചാരിക്കും. ഒരു അപ്പൂപ്പനുണ്ട് ഇവിടെയൊക്കെ വീട്. ഈ ഇത്രയും നമ്മൾ ഏകദേശം 1.5 കിലോമീറ്റർ അടുപ്പിച്ചകത്ത് നടന്ന് ഇതിനകത്ത് വീട്. ഓ സെറ്റ്. കുറച്ച് 2 മൈൽ, 2 ഫ്രണ്ട്സായ മൈലുകൾ. ഇവിടുത്തെ മൈല് പോയാ ഇവിടെ മൈല്. ഇതൊക്കെ ഭാഗ്യമുണ്ട്. മൈല് ഈ വീട് സൂപ്പർ അല്ലേ? സൂം ചെയ്ത് കാണിച്ചാൽ അതായിരിക്കും ബെറ്റർ. 2 മൈൽ. അപ്പൊ നമ്മൾ നടന്ന് തിരിച്ച് നമ്മൾ ആ കാളയിൽ അവിടെ എത്തി. ഇപ്പോൾ നല്ലൊരു വൈബായില്ലേ സ്ഥലം. ഞാൻ ഫുൾ 360 കാണിച്ചു. ഒരു സാധനം കണ്ടിരുന്നു, എന്തോ ഒരു സാധനം പൊങ്ങിയെന്നല്ലേ, നമ്മൾ പൊക്കി ഗൈസ്. കറ്റാഴ് വഴ അതിലെ ഇതെന്താ കറിവേപ്പില. എന്തിനാ ഇതൊക്കെ മറച്ചു വയ്ക്കാൻ പോന്ന? ഇത് തമിഴ്നാട് ഫോറസ്റ്റ്. ഗൈസ് നമ്മൾ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. കറ്റാഴ് വാഴ ഹോൾസെയിൽ ബിസിനസ് വേണമെന്നുള്ളവർ കമന്റ് ബിലോ. കുറെ കമന്റ് ആയി, എന്തെല്ലാം കമന്റ് ചെയ്യണേ, എത്രയൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ ഇത് നമ്മൾ നടും. ഇവിടെ കോയമ്പത്തൂരുള്ള ആരെങ്കിലും കാണുവാണെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കറ്റാഴ് വാഴ വേണമെങ്കിൽ വരിക, വന്നാൽ എടുത്ത്. രാത്രി ഒന്നും വേണം, പകൽ ഇതുണ്ട് ഇല്ല മുളയൊക്കെയുള്ള അടിയിൽ സോറി പേരൊക്കെ ഉള്ള നല്ല സൂപ്പർ സാധനം. ഇത് നമുക്ക് മുഖത്തില്ല. അപ്പൊ നമ്മളെന്നാ എവിടെയെങ്കിലും ചായ ചെയ്യാൻ പോകുന്നുണ്ടാ? യെസ്. അപ്പൊ നമ്മൾ ചായയും കൂടെ കുടിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യും. ചായ കുടിച്ചിട്ട് അന്നേരത്തേ പോയ ആളാണ്, എന്നെ കാണാനില്ല, എവിടെ പോയി? യെസ്. നമ്മൾ ചായ കുടിക്കാൻ പോയി, പിന്നെ വ്ളോഗൊക്കെ മറന്നുപോയാണ്. അപ്പോൾ ആ വഴിക്ക് പിന്നെ നമ്മളെല്ലാവരും പോയി, ജസ്റ്റ് നടക്കാൻ പോയി. അപ്പോൾ കണ്ട ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രം ആഡ് ചെയ്യുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത്, ശ്രദ്ധിച്ച ഔട്ട്രോ എടുത്തില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇത് ചെറിയ വ്ളോഗിൻ്റെ ചെറിയ ഔട്ട്രോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, ഇമ്പ്രൂവ് ചെയ്യാനുള്ള അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു.